എന്റെ കാലത്ത് നേട്ടം മാത്രം, കോട്ടമില്ല. അത് വെട്ടിത്തുറന്നു പറയാൻ എനിക്ക് നട്ടലുണ്ട്. കോൺഗ്രസിൽ അഴിച്ചുപണി ഉടൻ. പുതിയ KPCC അധ്യക്ഷന് ചുമതല കൈമാറുന്ന ചടങ്ങിൽ തന്റെ കാലയളവിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് കെ സുധാകരൻ. തെരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന ജയം നേടാൻ സാധിച്ചുവെന്നും ഭൂരിപക്ഷ കണക്കുകളിലും കോൺഗ്രസിന് തന്റെ കാലയളവിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടായെന്നും കെ സുധാകരൻ പറഞ്ഞു. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് വേദിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ പ്രസംഗം തുടങ്ങിയത്. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും CPMന്റെ ഭൂരിപക്ഷം 13,000 കുറയ്ക്കാൻ തന്റെ കാലയളവിൽ സാധിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസിന് 20 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അത് തന്റെ കാലയളവിലാണെന്നും സുധാകരൻ പറഞ്ഞു. താൻ പാർട്ടിയെ ജനകീയമാക്കി. തന്റെ കാലത്ത് നേട്ടം മാത്രമേ ഉള്ളൂ, കോട്ടമില്ല എന്ന് തുറന്നു പറയാൻ തനിക്ക് നട്ടലുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ KSU തിരിച്ചുപിടിച്ചു. അവർക്ക് പിന്നിൽ KPCCയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് തന്റെ പിൻഗാമിയിലൂടെ സാധ്യമാക്കണം. സെമി കേഡർ സംവിധാനത്തിലേക്ക് എത്തിക്കുമെന്നാണ് താൻ പറഞ്ഞത്. അത് ഏറെക്കുറെ സാധ്യമായി. ഇനിയും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ജയിക്കണം. CPMനെതിരെയുള്ള പോരാട്ടത്തിന് മുൻപിൽ ഒരു പടക്കുതിരയെപ്പോലെ താൻ ഉണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം സണ്ണി ജോസഫ് അധ്യക്ഷ ചുമതല ഏറ്റെടുക്കുന്നതിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് KPCC നേതൃത്വമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പുനഃസംഘടന എത്രയും വേഗം പൂർത്തിയാക്കുകയും പുതിയ നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യം. ഒരാഴ്ചയ്ക്കകം പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും തീരുമാനിക്കേണ്ടതുണ്ട്. ഇത് ഉടൻ ഉണ്ടാകും. യുവജനങ്ങളിലേക്ക് കൂടുതൽ എത്തിപ്പെടാനും ചടുലതയോടെ പ്രവർത്തിക്കാനും യുവാക്കളുടെ പ്രാധാന്യം കൂട്ടാൻ ധാരണയായിട്ടുണ്ട്. സണ്ണി ജോസഫ് അധ്യക്ഷനായതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ KC വേണുഗോപാലും പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. ജംബോ കമ്മിറ്റി ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായി. നാളെ പുതിയ നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും.